ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ചായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു, ഇൻസ്റ്റയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഊബർ ഓട്ടോ നിർത്തിയോ മടുത്തോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഊബർ ഓട്ടോ നിർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കണം എന്നുള്ള ഒരു ഇതിൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കിലായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് വണ്ടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2019 മോഡൽ സെലേരിയോ ആണ് കേട്ടോ. നോർത്ത് പറവൂർ രജിസ്ട്രേഷനാണ് KL 42. പക്ഷേ ഓണർ മഞ്ചേരിക്കാരനായിരുന്നു, നമ്മുടെ നാട്ടുകാരൻ തന്നെ ആയിരുന്നു. വണ്ടി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ഇനി ഓടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 2019 മോഡലാണ്. അപ്പോൾ ഇനിയുള്ള ഊബർ ഓട്ടം നമ്മൾ ഈ വണ്ടിയിലാവും കേട്ടോ. അപ്പോൾ വണ്ടീൻ്റെ ഇൻറ്റീരിയർ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ വണ്ടീനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് പവർ വിൻഡോ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നമുക്ക് പവർ വിൻഡോ ഉണ്ട്. നമ്മൾ വരുമ്പോൾ ഫുൾ ടാങ്ക് CNG അടിച്ചിരുന്നു. ഇപ്പോൾ ഒരു 210 കിലോമീറ്റർ റേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി CNG അടിക്കണം. അപ്പോൾ ഏകദേശം 210 ആ റേഞ്ചിലാണ് മൈലേജ് ഉള്ളത് CNGയിൽ. പിന്നെ ഇപ്പോൾ വേറെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും നമുക്ക് കേടായിട്ടിപ്പോൾ ഒന്നും പറയാനില്ല. ഇനി ഓടിച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ തന്നെ ഉണ്ടാവും, നിർത്തി പോയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ പോണ വഴി നമ്മൾ ചിലപ്പം തൃശ്ശൂരിൽ ഓട്ടം ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. തൃശ്ശൂരിൽ ഓട്ടം ഉണ്ടെങ്കിൽ നമ്മളവിടെ നിർത്തും. തൃശ്ശൂരിൽ ഓടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഓടും. ഓട്ടം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഏതായാലും ഓടാലോ. വണ്ടിയിൽ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. അത് നമ്മൾ പതിയെ ഇങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്യിപ്പിച്ചേട്ടോ, വരത്തൻ. ഇത് നമ്മൾ ഇന്നലെ നാട്ടിൽ നിന്ന് ചെയ്യിപ്പിച്ചേട്ടോ, ഫ്രണ്ട് ചെയ്തതാണ്. എങ്ങനെയുണ്ട് കേസ്? ഒന്ന് റെഡി ആയിട്ടില്ല, ഒന്ന് റെഡി ആക്കണം. അപ്പോൾ എന്തായാലും നമ്മളിനി ചിലപ്പം തൃശ്ശൂർക്ക് പോകും. അവിടെ ഓട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ അങ്ങനെ നിൽക്കും. പക്ഷേ CNG അടിച്ചില്ലേ, CNG അടിക്കട്ടെ ഏതായാലും. ഇപ്പോൾ ഗൈസ് നമ്മൾ CNG ഫില്ലാക്കിട്ടോ. 691 രൂപയ്ക്കായി. അപ്പോൾ നമ്മൾ മലപ്പുറം ഈ റീച്ചിൽ CNG പമ്പ് കുറവാണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ നമ്മൾ പൊന്നാനി മുക്കിലിപ്പിടിയ ഭാഗത്തൊരു CNG പമ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് CNG ഫില്ലാക്കാവും നല്ലത്. പിന്നെ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് മലപ്പുറം ഏരിയയ്ക്ക് പോകുന്നവർ എന്തായാലും ഈ പൊന്നാനി മുക്കിലിപ്പിടിയ ഭാഗത്തൊരു CNG പമ്പ് ഉണ്ട്, അവിടെ നിന്ന് ഫില്ലാക്കി പോകാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളേതായാലും ഫില്ലാക്കിയിട്ടുണ്ട്.